എല്ലാവരും ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടി വിയുടെ ഹെവൻലി മെലോഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യാം. ഇന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നത് ഏറെ പ്രിയമുള്ള സിസ്റ്റർ സിന്ധു ഒപ്പി. കുഞ്ഞുങ്ങളുടെ ഒപ്പമുള്ള ഒരു സിസ്റ്ററാണ്, കുഞ്ഞുങ്ങൾ പഠിപ്പിക്കുന്ന ഒരു സിസ്റ്ററാണ്. അപ്പോൾ ഇന്ന് നമുക്ക് സിസ്റ്ററിൻ്റെ പാട്ടുകളും പാട്ടുവിശേഷങ്ങളും കേൾക്കാം. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്കിതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നമ്മുടെ ആ ഒരു ടെൻഷനും ഒക്കെ മാറ്റി വെച്ചിട്ട്, നിങ്ങളുടെ ഭാരങ്ങളൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു സ്കൂളിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞുങ്ങളുടെ മനസ്സായിട്ടൊക്കെ നമുക്ക് ഈ എപ്പിസോഡ് നമുക്ക് കാണാം. സിസ്റ്ററെ ഒത്തിരി സ്നേഹത്തോടെ ഷാലോം ടിവിയുടെ ഈ ഫ്ലോറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സുഖായിരിക്കുന്നില്ല സിസ്റ്ററെ? നല്ല പുഞ്ചിരിച്ച മുഖമായിട്ടൊക്കെ സുഖമായിരിക്കും. ഇപ്പൊ എവിടെയാണ്? ഇപ്പൊ ഞാൻ മണ്ണാർക്കാട് ജനറലേറ്റിലാണ് ഇപ്പോൾ. അവിടെ നിന്ന് ഞാൻ പഠിപ്പിക്കാനായിട്ട് പോകുന്നുണ്ട്. ഏഴക്കാട് സ്കൂളിലേക്ക് പഠിപ്പിക്കാൻ പോകുന്നുണ്ട്. കുട്ടികളുമായിട്ടാണ് കൂടുതലായിട്ട് ഇടപഴകുന്നത്. ഞാനിപ്പോ ഒരു 7 വർഷത്തോളമായി സ്കൂളിലായിട്ട്. വീട് ചാലക്കുടി തുരുത്തിപ്പറമ്പ് എന്ന സ്ഥലത്താണ്. വീട്ടില് അപ്പച്ചൻ മരിച്ചുപോയി, അമ്മയുണ്ട്, ആങ്ങളെയും ഭാര്യയുണ്ട് ഇപ്പൊ വീട്ടില്. ഞങ്ങള് 4 മക്കളാണ്, 3 പെണ്ണും 1 ആണുമാണ്. 4 മക്കളില് 2 പേര് സിസ്റ്റേഴ്സാണ്. അതെ. സഹോദരി സിസ്റ്റർ എവിടെയാണ്? ആള് ബാംഗ്ലൂരാണ്, വേറെ കോൺഗ്രിഗേഷനാണ്. അത് സെന്റ് ജോസഫ് ഓഫ് വാസ് എന്നുള്ള കോൺഗ്രിഗേഷനാണ്. വീട്ടിലുണ്ട്. പിന്നെ ഒരാള് വിവാഹം കഴിഞ്ഞു, മൂത്ത ചേച്ചിയുടെ വിവാഹം കഴിഞ്ഞു. 2 മക്കളും നല്ല പാട്ടുകാരാണ്. അടിപൊളി. നമുക്കൊരു അടിപൊളി പാട്ടൊക്കെ തുടങ്ങിയല്ലേ സിസ്റ്ററെ? അതെ. ഞങ്ങളുടെ വികാരി അച്ഛൻ രാജു അച്ഛൻ ഞായറാഴ്ച കുർബാന ചെല്ലുമ്പോൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് സങ്കീർത്തനത്തിന് പകരം ഒരു പാട്ട് പാടാറുണ്ട്, കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ. അത് നമുക്ക് പാടാൻ നല്ലത്. പിന്നെ അത് പാടാതിരിക്കാൻ പറ്റത്തില്ല. അത് പിള്ളേർ ആ സമയത്ത് ആർത്തലച്ചു ഉല്ലസിച്ചു. അതെ, കൈയടിപ്പിച്ച് പാടിപ്പിക്കായിരുന്നു. സിസ്റ്റർ ക്ലാസ് ടീച്ചർ ആയിരിക്കുന്ന ഏത് ക്ലാസ്സാ? 6C പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചർ ആയിട്ടുള്ള സിസ്റ്റർ സിന്ധു ഒപ്പി. സിസ്റ്റർ 6C കുട്ടികൾക്കും പിന്നെ കുർബാനയ്ക്ക് ഇടയ്ക്ക് കുഞ്ഞു മനസ്സിൽ നൊമ്പരങ്ങൾ കൈയടിച്ച് അവരൊക്കെ കൂടി ഡെഡിക്കേറ്റ് ചെയ്ത് പാടാം. ചില്ലായിട്ട് പാടാം. ഓക്കെ. പിറന്നവൻ കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, കുഞ്ഞായി വന്നു പിറന്നവൻ കുഞ്ഞുങ്ങളാകാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, നീ വരൂ പൂന്തിങ്കളായി, നീ വരൂ പൂന്തിന്നലായി, നീ വരൂ പൂന്തിങ്കളായി, നീ വരൂ കുഞ്ഞു മനസ്സിൻ നൊമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവനാം ഈശോയേ, ആശ്വാസം നീയല്ലോ, ആശ്വാസം നീയല്ലോ, ആശ്വാസം നീയല്ലോ.
RCയിലെ കുട്ടികൾ മാത്രമല്ല, സിസ്റ്റർ ക്ലാസ് എടുക്കുന്ന ആ സ്കൂളിലെ കുട്ടികളൊക്കെ ഹാപ്പി ആയിട്ടുണ്ടാവും കേട്ടോ. അടിപൊളിയായിട്ട് രസമായിട്ട് പാടി കേട്ടോ. സിസ്റ്റർ പറയും, സിസ്റ്റർ കുഞ്ഞിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാം, എന്തൊക്കെയുണ്ട്? വീട്ടിലെല്ലാവരും തന്നെ ഒരുവിധം നന്നായി പാട്ട് പാടുന്നവരായിരുന്നു. അപ്പം അതിൽ രണ്ടാമത്തെ ചേച്ചി ആരാണ് കൂടുതൽ പാടിക്കൊണ്ടിരുന്നത്? അത് കൂടുതലും അവരങ്ങനെ പാടി കേട്ടിട്ടൊന്നുമില്ല, പക്ഷെ അപ്പച്ചനിടയ്ക്ക് ഇങ്ങനെ പാടുന്നത് കേട്ടിട്ടുണ്ട്. അപ്പം അതിൽ ഒരു ചേച്ചി മാത്രം അത്രയ്ക്ക് പാടില്ല. അവള് പറയും ഞാൻ എൻ്റെ വോയിസ് മാത്രം മെയിൽ വോയിസാന്ന് പറയും. അപ്പം ഞാൻ രണ്ടാമത്തെ ചേച്ചി സിസ്റ്റർ ചേച്ചിയാണ്, സിസ്റ്റർ സിജി എന്ന് പറയും. അപ്പം ആള് പറയും എല്ലാവരും വോയിസ് നല്ലത്, എൻ്റെ മാത്രം മെയിൽ വോയിസാണ്, ഇരിക്കിട്ടൊരു മെയിൽ വോയിസ് എന്നൊക്കെ പറയും. അങ്ങനെ ചെറുപ്പത്തിലേ തന്നെ ഞങ്ങൾ എല്ലാവരും പള്ളിയായിട്ട് ബന്ധപ്പെട്ട് പാട്ടിനൊക്കെ കൂടാറുണ്ട്. വീട്ടിൽ കുടുംബപ്രാർത്ഥനയുടെ സമയത്ത് അത് അമ്മയുടെ ഫേവറേറ്റ് പാട്ട് നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യം. ഞങ്ങൾ ആരും പാടിയില്ലെങ്കിൽ അമ്മ അത് ഫുള്ള് പാടും. നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ അങ്ങു തന്ന ദാനത്തിനായി നന്ദിയിടാം, അങ്ങു തന്ന സ്നേഹത്തിനായി നന്ദിയിടാം. നന്മരൂപനേ നല്ല ദൈവമേ നന്മരൂപനേ നല്ല ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ. സ്കൂളിലൊക്കെ എങ്ങനെയായിരുന്നു? മത്സരങ്ങളൊക്കെ പോയിരുന്നു? കലോത്സവത്തിന് KCSന്റെ പരിപാടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനൊക്കെ പോയിട്ടുണ്ട്. പാട്ടിന്റെ രംഗത്ത് അന്ന് പോയിട്ടുണ്ട്. അങ്ങനെ സമ്മാനങ്ങളൊന്നും അധികം കിട്ടില്ല. ഒരു പ്രാവശ്യം മാത്രം സമ്മാനം കിട്ടി. അതൊരു സർവേശ്വരാ നിൻ സാമീപ്യ ലഹരിയിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ടാണ്. സർവേശ്വരാ നിൻ സാമീപ്യ ലഹരിയിൽ സർവം മറന്നിന്നു പാടുന്നു ഞാൻ. സീമകളില്ലാത്ത സ്നേഹം പകരുമൊരു സംഗീതമായിരും നെങ്കിൽ ഞാൻ. സർവേശ്വരാ നിൻ സാമീപ്യ ലഹരിയിൽ സർവം മറന്നിന്നു പാടുന്നു ഞാൻ. ഈ പാട്ട് പാടിയപ്പോഴാണ് സമ്മാനം കിട്ടിയത്. ആദ്യമായിട്ട് സമ്മാനം കിട്ടിയത്. അടിപൊളിയായിട്ട് പാടിക്കട്ടെ, രസമായിട്ടുണ്ട്. സ്കൂളിലെ വിശേഷങ്ങളൊക്കെ ഈ സ്കൂളിലൊക്കെ വരുമ്പോൾ എങ്ങനെയാ സിസ്റ്റർ? എനിക്ക് സിസ്റ്റർ ഇപ്പൊ UP-ലാണല്ലോ പഠിപ്പിക്കുന്നത്. ഞാനും ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപകനാണ്. UP-ലായിരുന്നു ഞാനും പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ഒരു 3-4 വർഷമായിട്ട് ഹൈസ്കൂളിലേക്ക് കയറി. പക്ഷെ എനിക്ക് തോന്നുന്നത് ഈ UP സ്കൂളിൽ പഠിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് അത് നിങ്ങൾ എവിടെ പഠിപ്പിച്ചാലും കിട്ടത്തില്ല. അത് ഹൈസ്കൂളിലും കിട്ടത്തില്ല, കിട്ടും അതിനായിട്ടുള്ള രീതിയിൽ. അതല്ലെങ്കിൽ അത് കഴിഞ്ഞ് +2 ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, കോളേജിലായിട്ട് കിട്ടത്തില്ല. കുട്ടികളുടെ സ്നേഹം അതുപോലെയാണല്ലേ. ഞാൻ സ്കൂളിൽ ചേരാൻ നേരത്ത് ആദ്യം 7C-യിലായിരുന്നു പഠിപ്പിച്ചത്. മണപ്പുറം സെന്റ് തെരേസസ് എന്ന് പറഞ്ഞ സ്കൂളിൽ 2016-ലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പോൾ അന്ന് സ്കൂളിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ നല്ല രസമാണ്. 51 കുട്ടികളുണ്ടായിരുന്നു സമയത്ത്. അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കൊച്ചു പള്ളിയുണ്ട്. ബർത്ത്ഡേക്ക് എനിക്കൊരു KC യൂത്ത് സമ്മാനമായിട്ട് വന്നൊരു പാർക്കറിൻ്റെ പേന, 2 പേനയില്ലേ പാർക്കറിൻ്റെ, അത്യാവശ്യം വിലയുള്ള ഒരു 500 രൂപ വില കൊണ്ട്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പനി പിടിച്ച്, ജനുവരിയിലൊക്കെ ആയപ്പോൾ പനി പിടിച്ച് ഞാൻ ഒരാഴ്ച സ്കൂളിൽ പോയില്ല. അപ്പോൾ ഒരു തിങ്കൾ മുതൽ വെള്ളി വരെയൊക്കെ സ്കൂളിൽ പോകാതിരിക്കുക. വെള്ളിയാഴ്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ 2 പെങ്കൊച്ചുങ്ങൾ വിളിച്ച് പഠിപ്പിക്കുന്ന ഫാദറെ കണ്ടില്ലല്ലോ, എന്ത് പറ്റിയെന്ന് ചോദിച്ചോണ്ട് വിളിച്ചു. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ പനിയായിരുന്നു, ഞാൻ തിങ്കളാഴ്ച മുതൽ വരുമെന്ന് പറഞ്ഞു. തിങ്കളാഴ്ച ഞാൻ സ്കൂളിലേക്ക് നിന്ന്. അപ്പോൾ ഞാനിങ്ങനെ ചെന്നിട്ട് പറഞ്ഞു, സെൻറ്റ് ഡയലോഗ് അടിച്ചു, 51 കുട്ടികൾ ഒരാഴ്ച നിങ്ങളുടെ ക്ലാസ് ടീച്ചറായ ഞാൻ പനി പിടിച്ച് കിടക്കുന്നു, 51 പേരുണ്ടായിട്ട് 2 പേര് മാത്രമേ ഒന്ന് വിളിച്ചുള്ളൂ എന്ന് പറഞ്ഞു. അവരോട് എണീക്കാൻ പറഞ്ഞു. അവരെണീറ്റായിട്ട് എനിക്ക് ബർത്ത്ഡേക്ക് കിട്ടിയ പേന കൊടുക്കുക. അപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷം, നല്ല വിലയുള്ള പേനയല്ലേ, ഭയങ്കര ഹാപ്പി. അതിൻ്റെ രസം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഒരു ദിവസം വന്നില്ലെങ്കിൽ എനിക്ക് 51 കോളാണ്. മെയിനായിട്ട് പേനയ്ക്ക് വേണ്ടി. അങ്ങനെ എന്തെങ്കിലും UP-ൽ ഒരു രസമുള്ള അനുഭവങ്ങളെന്ന് പറയാൻ പറ്റുമോ? എന്തെങ്കിലും കുട്ടികൾ നമ്മളെ കാണാതായി കഴിയുമ്പോൾ അവർ വോയിസ് ഇടും,
സിസ്റ്ററിന് എന്താ പറ്റിയേ, എന്താ 2 ദിവസമായിട്ട് എങ്ങനെയാ കണ്ടില്ലല്ലോ. വരുന്നത്? നാളെ വരുമെന്നാണ് ചോദിക്കണം. നാളെയും വരികയോ? എങ്ങനെ? അവർക്ക് PT ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പം ഞാൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം PT മുടക്കം ഉണ്ടാവില്ല. ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും പിന്നെ അതുകൊണ്ട്. പിന്നെ അതുമല്ല, LP UP ഒക്കെ പഠിപ്പിക്കുമ്പോൾ ടീച്ചറാണ് ഹീറോ അല്ലേ? അതെ 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 അതെ. സിസ്റ്റർ ദൈവവിളിയുടെ കാര്യം പറഞ്ഞില്ലല്ലോ. എന്ന് മുതൽ, കുഞ്ഞിന് മുതലോ ഉണ്ടായിരുന്നോ ചേച്ചിക്കും അനിയത്തിക്കും സിസ്റ്റർ ആകാനുള്ള? ശരിക്കും പറഞ്ഞാൽ അമ്മയാണ് ഞങ്ങളുടെയൊക്കെ ദൈവവിളിയുടെ ഓരോ വിളിക്കും അതിൻ്റെ പുറകിലൊരു കാരണം ഉണ്ടാവും. ഇത് അമ്മയുടെ സ്നേഹവും കരുണയും പ്രാർത്ഥനയും ഒക്കെയാണ് ഞങ്ങളുടെ ദൈവവിളിക്ക് പുറകിലുള്ളത്. അപ്പോൾ ചേച്ചിയാണ് ആദ്യം സന്യാസ ജീവിതത്തിലേക്ക് പോകാനായിട്ട് ആഗ്രഹം പ്രകടിപ്പിച്ചത്. അപ്പോൾ പിന്നെ ചേച്ചിയുടെ മഠത്തിലെ ഓരോ ആഘോഷങ്ങൾക്കും ഞങ്ങൾ ചെല്ലുമായിരുന്നു. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം പിന്നീട് ഞങ്ങൾക്കുണ്ടായി. അതുമാത്രമല്ല, ഞങ്ങൾ കൊയറിലായിരുന്നപ്പോൾ സിസ്റ്റേഴ്സ് കാണാൻ വരുമായിരുന്നു. അപ്പോൾ കാണാൻ വരുമ്പോൾ സിസ്റ്ററാകാൻ പ്രത്യേകിച്ച് പാട്ട് പാടുന്നവരുടെ അടുത്തൊക്കെ വന്ന് സിസ്റ്റേഴ്സ് സംസാരിക്കും. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളിപ്പോൾ സാധാരണ ജീവിതം കല്യാണമൊക്കെ കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാടാനോ ഈശോയെ പാടി സ്തുതിക്കാനോ പിന്നീട് അവസരങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചെന്ന് വരില്ല. അപ്പോൾ ഈശോയുടെ കൂടെ എന്നും അവിടുത്തെ പാടി സ്തുതിക്കാനായിട്ട് പറ്റുന്നൊരവസരം നിങ്ങൾക്ക് സന്യാസ ജീവിതം അതായിരിക്കും എന്ന് പറഞ്ഞു. അതെൻ്റെ ഒരു മനസ്സിലൊരു വലിയൊരു ഒരു ആലോചിക്കാനായിട്ട് എനിക്ക് ഇടയാക്കി. പിന്നെ അത് തന്നെയല്ല, എൻ്റെ മൂത്ത സഹോദരി ചേച്ചി ഒരു ദിവസം എനിക്ക് ഫോൺ വിളിച്ചു. സിസ്റ്റർ അതിന് ശേഷമാട്ടോ ഇത് സംഭവിക്കുന്നത്. ഫോൺ വിളിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങളിങ്ങനെ ഭയങ്കര തിരക്കാണ്, പാട്ട് പഠിക്കൽ, പ്രാക്ടീസ്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചു പറഞ്ഞു, ഞങ്ങൾക്കിങ്ങനെ പെരുന്നാളും ഇടയ്ക്കിടയ്ക്ക് തിരുനാളുകളുണ്ട്, ആഘോഷങ്ങളാണ്, പാട്ട് പഠിക്കൽ, പ്രയർ മീറ്റിങ്ങിന് ഒരുങ്ങൽ, ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ചേച്ചി പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പറ്റാത്ത കാര്യങ്ങളാണ് ഇപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്, സന്തോഷത്തോടെ ചെയ്യുക. സ്വർഗത്തിൻ്റെ പണി ഇതൊക്കെയാണ്. കാരണം നമ്മൾ സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എപ്പോഴും ഈശോനെ വാഴ്ത്തി സ്തുതിക്കലാണ് നമ്മുടെ പണി. മാലാഖമാരോട് ഒന്നിച്ച് നിങ്ങളത് ചെയ്യുന്നു, അപ്പം നിങ്ങളത് സന്തോഷപൂർവ്വം നിയോഗങ്ങളൊക്കെ വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞു. അപ്പം നിയോഗം വെച്ച്, അപ്പം അന്നാണ് എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു പാട്ട് പാടുമ്പോഴും പ്രാർത്ഥിക്കുമ്പോഴും നമ്മളിതൊരു ജോലിയായിട്ട് ചെയ്യാതെ ഒരു നിയോഗം വെച്ച് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം നമുക്ക് ലഭിക്കും എന്നുള്ളൊരു ബോധ്യം അന്നുണ്ടായി. അപ്പോൾ വെക്കേഷന് മുൻപ് ആ സിസ്റ്റർ പറഞ്ഞ കാര്യവും ചേച്ചി പറഞ്ഞ കാര്യമൊക്കെ ഓർക്കുമ്പോൾ അത് കറക്റ്റാണ്. ദൈവത്തെ പാടി സ്തുതിക്കാനായിട്ട് കിട്ടുന്ന ഒരു വലിയൊരു അവസരമാണ് നമുക്ക് പ്രാർത്ഥനയും സന്യാസ ജീവിതത്തിലൂടെ അത് കൂടുതൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മറ്റുള്ളവർ ചെയ്യുന്നുണ്ട്, ഇത് എപ്പോഴും ഈശോടൊപ്പമായിരിക്കാനും ഈശോയുടെ ജോലികൾ ചെയ്യുവാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടല്ലോ. കൊച്ചു റേസി പുണ്യന് ഓർമ്മ വരുന്നു അല്ലേ? നവമാലിക പുണ്യവതി പറഞ്ഞ പോലെ തന്നെ ഓരോ കാര്യങ്ങൾ, കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ചെയ്യുന്നത് പോലും, ജസ്റ്റ് വാഷ് ചെയ്യുമ്പോഴായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, കിച്ചണിലായിക്കോട്ടെ, ഗാർഡനിലായിക്കോട്ടെ, ആ കുഞ്ഞു ഓരോ ജോലികളും ഓരോ ആത്മാക്കളുടെ ശുദ്ധീകരണ ആത്മാക്കളെ പ്രത്യേകിച്ച് അവരുടെ സ്വർഗപ്രവേശനത്തിന് വേണ്ടി ചെയ്യുന്ന പറഞ്ഞ പോലെ നമ്മുടെ ജീവിതങ്ങൾ ധന്യമാകുന്നത് ഇത്തരം സുഹൃതങ്ങൾ കൊണ്ടും സുഹൃത ജപങ്ങൾ കൊണ്ടും നിറയ്ക്കുമ്പോഴാണ്. നമുക്ക് അങ്ങനെ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? സിസ്റ്റർക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് പറ, ഒരു മൂഡ് സിസ്റ്റർ. അത് ഞാൻ വീട്ടിലായിരിക്കുമ്പോൾ പാടിയ പാട്ടാണ്, ഈശോയൻ കണ്ണീരൊപ്പാൻ വന്നിടണം എന്നുള്ള പാട്ട്. അപ്പം ഞാൻ മഠത്തിൽ പോയതിന് ശേഷം അപ്പോൾ വീട്ടിലെ അമ്മ ഇത് കേൾക്കുമ്പോൾ, പള്ളിയിൽ ഇടയ്ക്ക് ആ പാട്ട് കേൾക്കുമ്പോൾ കരയോ? അല്ല, അപ്പം അമ്മ അത് ഓർക്കാറുണ്ട്. അപ്പം എന്നെ വിളിക്കുമ്പോൾ പറയും, ഇല്ല ഞാൻ കരയില്ല, ഇല്ല അങ്ങനെ സങ്കടം വന്നിട്ടല്ല. ഇത് അമ്മ പറയും, ആ പാട്ട് ഞാൻ ഇന്ന് പള്ളിയിൽ കേട്ടപ്പോൾ സങ്കടമുള്ളപ്പോ മാത്രമല്ലല്ലോ അല്ലേ? അല്ല, ശരിക്കും പ്രാർത്ഥിക്കുമ്പോൾ വരും. അതെ, പ്രാർത്ഥിക്കുമ്പോൾ കണ്ണീര് വരും, ശരിയാ. അപ്പം അമ്മ പറയും, ഇന്ന് ആ പാട്ട് പള്ളിയിൽ പാടി, അപ്പം ഞാൻ നിന്നെ ഓർത്തു എന്നൊക്കെ പറയും.
ഈശോയിൻ കണ്ണീരൊപ്പാൻ വന്നിടണം. ആനന്ദമായി എന്നുള്ളിൽ രാജാവായി വാഴേണം ചിരകാലവും. ഈശോയിൻ കണ്ണീരൊപ്പാൻ വന്നിടണം. ആനന്ദമായി എന്നുള്ളിൽ രാജാവായി വാഴേണം ചിരകാലവും. ഈശോയിൻ കണ്ണീരൊപ്പാൻ വന്നിടണം. ആനന്ദമായി എന്നുള്ളിൽ രാജാവായി വാഴേണം ചിരകാലവും. ക്ലേശങ്ങളേറുമ്പോൾ മിത്രങ്ങൾ മാറുമ്പോൾ, ക്ലേശങ്ങളേറുമ്പോൾ മിത്രങ്ങൾ മാറുമ്പോൾ മാറാത്ത സ്നേഹമായി മാറിയിടണം. ഈശോയിൻ കണ്ണീരൊപ്പാൻ വന്നിടണം. ആനന്ദമായി എന്നുള്ളിൽ രാജാവായി വാഴേണം ചിരകാലവും. സിസ്റ്റർ നല്ല ഫീൽ കേട്ടോ, നല്ല രസമായിട്ട്, നല്ല ശബ്ദം, ക്യൂട്ട് വോയിസ് എന്നൊക്കെ പറഞ്ഞ പോലെ. ഇപ്പൊ നിൽക്കുന്ന ഇടവകയിലും പിള്ളേരെ പഠിപ്പിക്കുന്നു, പിന്നെ കൊയറിലും പാടുന്നുണ്ടോ? കൊയറിൽ ഞങ്ങളെ മഠത്തില് ജനറലേറ്റാണ്, അപ്പൊ അവിടെ പാടുന്നുണ്ട്. പിന്നെ പള്ളിയിൽ കുറെ പാട്ടുകാർ വേറെ ഉണ്ട്, അപ്പൊ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. രണ്ടാമത്തെ കുട്ടികൾക്കും
കൊയർ, കുട്ടികളുടെ കൊയറുണ്ടോ? കുട്ടികളുടെ കൊയറിന് പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. കുർബാനസീരത്തിന് കാണാൻ പറ്റിയ നല്ല രസമുള്ള പാട്ടല്ലേ, നല്ല രസമായിട്ട് സിസ്റ്റർ പാടുകയും ചെയ്തു. ദൈവവിളിയെ പറ്റിയൊക്കെ നമ്മൾ പറഞ്ഞു. സഭയിലെത്തിന് ശേഷമുള്ള വിശേഷങ്ങളൊക്കെ? സഭയിലെത്തിയതിന് ശേഷം കോൺഗ്രിഗേഷനാണ് ഞങ്ങളെ ഇങ്ങനെ ഇത്രയും പാട്ട്. കോൺഗ്രിഗേഷനെ പറ്റി ഒന്ന് പറയാം. ഒ പി എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് നമ്മൾ പോയാലും അവിടെയും ഒരു ഒ പി വരുമ്പോൾ തെറ്റിരിക്കില്ല, അങ്ങനെ പറയാറുണ്ട്? തമാശക്ക് പറയാറുണ്ട്. പെട്ടെന്ന് കേൾക്കുമ്പോൾ ഔട്ട് പേഷ്യന്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. കോൺഗ്രിഗേഷനെ പറ്റി ഒന്ന് പറഞ്ഞാലോ? അത് ഓർഡർ ഓഫ് പ്രീച്ചേഴ്സ് എന്നാണ് ഞങ്ങളുടെ കോൺഗ്രിഗേഷൻ്റെ ഒ പി. അതായത് ഞങ്ങളുടെ കാരിസം എന്ന് പറയുന്നത് വചനപ്രഘോഷണമാണ്. വചനപ്രഘോഷണത്തിലൂടെ ആത്മാക്കളെ നേടുക ഡൊമിനിക്കിൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞങ്ങൾ വചനപ്രഘോഷണത്തിനായിട്ട് കുറച്ച് പേരൊക്കെ പോയി. ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ചേച്ചിയാണ് ഈ ഡൊമിനിക്കൻ സഭയിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നത്. അപ്പം ഞാനും ചേച്ചിയും കോൺഗ്രിഗേഷനിൽ വന്നതിന് ശേഷം എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മോൾ വളരെ ചെറുതായിരുന്നു. അപ്പോൾ ആൾക്ക് ഞങ്ങളുടെ കൂടെ വരണമെന്ന് ഭയങ്കര താല്പര്യം. ജിഷ, ഇപ്പൊ ആള് സിസ്റ്ററാണ്. അല്ല, ഇപ്പൊ സിസ്റ്ററായി. ആള് ഞങ്ങളുടെ കൂടെ പോരാൻ താല്പര്യം കാണിച്ചു. ആള് വളരെ ചെറുതായതുകൊണ്ട് ചേച്ചിയുടെ മോള്. അപ്പോൾ വികാരിയച്ഛൻ്റെ അടുത്ത് കൊണ്ടുപോയി. അപ്പോൾ വളരെ ചെറുതായതുകൊണ്ട് അച്ഛങ്ങനെ പറഞ്ഞു, നിങ്ങൾ ഇപ്പോൾ കുട്ടീനെ കൊണ്ടുപോകണ്ട, കൊച്ചിന് കണ്ണ് തുറന്നിട്ടില്ല, കാരണം ആള് വളരെ ചെറുതായതുകൊണ്ട്. അല്ല, ചെറുതെന്ന് വെച്ചാൽ പൊക്കം കുറവ് ആൾക്ക്, 10ാം ക്ലാസ് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പം അച്ഛൻ വേറെ അർത്ഥത്തിലാണ് പറഞ്ഞത്, നിങ്ങൾ നല്ല ബോധ്യം വന്നിട്ട് കൊണ്ടുപോയാൽ മതി. പക്ഷെ ആള് നല്ല വാശിയായിരുന്നു ഞങ്ങളുടെ കൂടെ പോരണമെന്ന്. അപ്പം അങ്ങനെ ആള് ഞങ്ങളുടെ കൂടെ പോന്നു. ഞങ്ങൾ അവിടെ നിന്ന് തന്നെ ഇപ്പം 4 സിസ്റ്റേഴ്സായി. എൻ്റെ കൂടെ പാട്ട് പാടാൻ ഇരുന്നൊരു കൂട്ടുകാരിയും കൂടെ എൻ്റെ കൂടെ വന്ന സിസ്റ്റർ സ്മിത, എൻ്റെ ബാച്ചുകാരിയാണ്. ജിഷ ഇപ്പം അരുണാചൽ പ്രദേശിൽ ഒരു വില്ലേജിൽ വർക്ക് ചെയ്യാണ്. അതെ അതെ അതെ. ആദ്യമായി മിഷൻ പ്രദേശത്തേക്ക് പോയതാണ്. അപ്പൊ ആള് ഭയങ്കര എനർജറ്റിക് ആണ്. അപ്പൊ അങ്ങനെ ഒരു സന്തോഷം ഉണ്ട്. കാരണം ആ ഒരു സന്തോഷം തീരുന്നതിന് മുമ്പ് തന്നെ നമുക്കൊരു സന്തോഷമുള്ളൊരു പാട്ട്. അതെ, പ്രിയപ്പെട്ട സിന്ധു സിസ്റ്ററായിട്ടുള്ള ഈ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. നമുക്കൊരു അടിപൊളി പാട്ടും കൂടി, അത് നിങ്ങൾ ഇരിക്കുന്ന ഇടങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ കൈയടിച്ചൊക്കെ പാടാവുന്ന രീതിയിൽ നല്ല രസമായിട്ട് ഒരു പാട്ട് പാടാം. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടവിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ള പടവിലുണ്ട്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. ഭയപ്പെടേണ്ട, കർത്തൻ കൂടെയുണ്ട്, അടുപ്പിക്കും സ്വർഗീയ തുറമുഖത്ത്. അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട.
അക്കരയ്ക്കു യാത്ര ചെയ്യും സിയോൻ സഞ്ചാരി, ഓളങ്ങൾ കണ്ടു നീ ഭയപ്പെടേണ്ട. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളൻ പടവിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളൻ പടവിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളൻ പടവിലുണ്ട്. കാറ്റിനെയും കടലിനെയും നിയന്ത്രിപ്പാൻ കഴിവുള്ളൻ പടവിലുണ്ട്.